മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകത്തെ രാജ്യങ്ങളെല്ലാം തന്നെ. ഇതിന് പ്രധാനമായിട്ടും പല കാരണങ്ങളുണ്ട്. അതായത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നില്ല, പാലസ്തീനുമായിട്ട് ഇസ്രായേൽ നടത്തുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടത്തുന്നു, അത് അലസി പിരിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഇവിടെയൊക്കെ തന്നെ അമേരിക്ക ഒരു കീ പ്ലെയറായി മാറുമെന്നാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റഷ്യ ഒരു മേധാവിത്വം നേടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുടിൻ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുകയില്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയുമില്ല. പക്ഷേ വേണ്ട സമയത്ത് ശരിയായ രീതിയിലുള്ള ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ എപ്പോഴും റഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ വജ്രായുധം എന്നറിയപ്പെടുന്ന F-16 യുദ്ധവിമാനത്തെ റഷ്യൻ സേന വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അമേരിക്കയും ചൈനയും തമ്മിലൊരു ട്രേഡ് വാർ ഉണ്ടാവുകയും അത് പിന്നീട് മറ്റ് പലതരത്തിലുള്ള യുദ്ധത്തിൻ്റെ തലങ്ങളിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് റഷ്യക്കെതിരെ ഉക്രൈൻ ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നത്. ഈ മാസം 12-ാം തീയതി ഉക്രൈൻ സേന റഷ്യയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ നാറ്റോ രാജ്യങ്ങൾ നൽകിയ യുദ്ധവിമാനങ്ങളും ഒപ്പം അമേരിക്ക നൽകിയ F-16 എന്ന് പറയുന്ന വിമാനവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധവിമാനം വെച്ച് റഷ്യ അറ്റാക്ക് ചെയ്തപ്പോൾ റഷ്യൻ സേന വിമാനങ്ങൾക്ക് നേരെ തിരിച്ചും ആക്രമണം നടത്തി. അങ്ങനെ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം റഷ്യൻ സേന വെടിവെച്ചിട്ടു. അതുപോലെ തന്നെ ഉക്രൈൻ്റെ ഏറ്റവും മികച്ച വൈമാനികൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ പാവ്ലോ ഇവാനോവ് ആയിരുന്നു ആ വിമാനം പറത്തിയത്. അതായത് F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം പറത്താൻ വേണ്ട പരിശീലനം അമേരിക്കൻ വൈമാനികർ തന്നെ നൽകണം. മാത്രമല്ല ആ വിമാനത്തിൻ്റെ ആയുധങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് നിമിഷത്തിൽ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ പരിശീലനം നൽകിയാൽ മാത്രമേ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പം പാവ്ലോ ഇവാനോവ് എന്ന് പറയുന്ന ക്യാപ്റ്റന് ഇത് സംബന്ധിച്ചുള്ള എല്ലാ അറിവും ഉണ്ടായിരുന്നു. 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് F-16 വന്ന് അറ്റാക്ക് നടത്തുന്നത് എപ്പോഴാണെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ശബ്ദത്തേക്കാൾ വേഗത്തിൽ വരുന്നു, മിന്നൽ പോലെ വന്ന് അറ്റാക്ക് നടത്തുന്നു, കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ അത് അപ്രത്യക്ഷമായി പോകുന്നു. മറ്റ് സേനകൾക്ക്, അതായത് എതിർ രാജ്യങ്ങൾക്കോ അല്ലെ എതിർ സേനയ്ക്കോ ഈ വിമാനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ പോലും കഴിയില്ല. ഇതായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ അവകാശവാദം. ഇതാണ് റഷ്യൻ സൈന്യം പൊളിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് F-16 എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ അവർ വെടിവെച്ചിട്ടു. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, 2ാം തവണയാണ് അമേരിക്കയുടെ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ റഷ്യ തകർത്തിരുന്നത്. അപ്പം അമേരിക്ക ഇത്രയും നാൾ സഖ്യരാജ്യങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം 4ാം തലമുറയിൽപ്പെട്ടതും 5ാം തലമുറയിൽപ്പെട്ടതുമായ വിമാനങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല. മാത്രമല്ല മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളെയൊക്കെ നശിപ്പിക്കാൻ അല്ലെ അതിനെ തടയാൻ വേണ്ടിയിട്ട് F-16 കഴിയും, ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പം ലോകരാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്കയുടെ ഒരു വജ്രായുധം, അതായത് ആയുധ കലവറയിലെ ഏറ്റവും മൂല്യമുള്ള ആയുധം ഇതായിരുന്നു F-16 ഇതുവരെ ഉണ്ടായിരുന്ന ബഹുമതി. അതാണ് ഒറ്റ ദിവസം കൊണ്ട് റഷ്യ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അപ്പം മിണ്ടാതിരിക്കുന്ന റഷ്യ എപ്പോഴാണ് പ്രവർത്തനം നടത്തുന്നത്, എപ്പോഴാണ് അറ്റാക്ക് നടത്തുന്നത് എന്നത് പ്രവചനാതീതമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ കാര്യം ഇതാണ്. മുമ്പ്, അതായത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് F-16 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളുടെ ആദ്യ ശ്രേണി ഈ പറയുന്ന ഉക്രൈന് അമേരിക്ക നൽകിയത്. അന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു. അന്ന് ഈ വിമാനങ്ങൾ നൽകിയപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഉക്രൈനിലെ വൈമാനികർക്ക് പരിശീലനമോ വൈദഗ്ധ്യമോ ഉണ്ടായിരുന്നില്ല. അന്ന് ഡാനിഷുകാരനായ ജെഫ് ഹാൻസൺ എന്ന് പറയുന്ന നാറ്റോയുടെ ഇൻസ്ട്രക്ടറുണ്ട്. അദ്ദേഹം വന്ന് ഈ വൈമാനികരെയൊക്കെ പരിശീലിപ്പിച്ചു. 100ഓളം വൈമാനികർക്കാണ് F-16 യുദ്ധവിമാനങ്ങൾ പറത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലനമൊക്കെ നൽകിയത്. അങ്ങനെയുള്ള ഈ ജെഫ് ഹാൻസൺ പറത്തിയ യുദ്ധവിമാനവും അന്ന് റഷ്യ വെടിവെച്ചിട്ടിരുന്നു. കാരണം ഇത്തരത്തിൽ വിമാനങ്ങൾ പറത്താൻ വേണ്ട പരിശീലനമൊക്കെ നൽകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് പുടിൻ ചില പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും അമേരിക്ക പ്രതികരിച്ചില്ല. പക്ഷേ അന്ന് തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ റഷ്യ ഒരു F-16 യുദ്ധവിമാനം വെടിവെച്ചിട്ടു. ഇതിനുശേഷം F-16 ഒഴികെയുള്ള മറ്റ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉക്രൈൻ ഭരണാധികാരിയായ വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറയുന്നു, ഞങ്ങളുടെ ക്യാപ്റ്റനായ പാവ്ലോ ഇവാനോവിന് ആദരാഞ്ജലികൾ, അല്ലെ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. അപ്പോൾ പാവ്ലോ ഇവാനോവ് പറത്തിയ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം റഷ്യ വെടിവെച്ചിട്ടു എന്ന് സമ്മതിക്കുകയാണ്. മാത്രമല്ല ഇതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടു. അതായത് ഇന്റർ ഡിപ്പാർട്ട്മെൻ്റൽ കമ്മീഷൻ അന്വേഷണം നടത്തണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ എല്ലാ അഹങ്കാരവും തീർക്കുന്ന ഒരു നടപടിയാണ് റഷ്യ ചെയ്തതെന്ന് സെലൻസ്കിയും സമ്മതിക്കുകയാണ്. Там русские набрехали, що збили F-16. Це брехня.
F-16 было, мы അതുപോലെ തന്നെ ഭയപ്പെടുന്ന മറ്റൊരു രാജ്യം ഇസ്രയേലാണ്. കാരണം ലെബനൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുമ്പോൾ F-16 ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇവർ ഈ ആക്രമണമൊക്കെ നടത്തിയത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് റഷ്യയുടെ സുഖോയ് 35 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനൊന്നും ഈ F-35 കഴിയില്ല. കാരണം F-35 എന്ന് പറയുന്ന റഷ്യൻ വിമാനം കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന, കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, മിന്നൽ വേഗത്തിൽ അറ്റാക്ക് നടത്താൻ കഴിയുന്ന വിമാനമാണെന്നുള്ള പ്രതീതി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പുടിന് ഇതിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം ലോകത്തെ ഏറ്റവും മികച്ചതാണെന്ന ഒരു അഹങ്കാരം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. ആ ഹുങ്ക് മുഴുവൻ ഏതാണ്ട് നശിപ്പിച്ചു. ഏതാണ്ട് 63 ദശലക്ഷം ഡോളറാണ് ഇതിൻ്റെ വില വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അത്രയും വിലയുള്ള 2 F-16 യുദ്ധവിമാനങ്ങൾ റഷ്യ നശിപ്പിച്ചു. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ലോകരാജ്യങ്ങൾ 2 ചേരികളിലായി നിലകൊള്ളുകയും ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയായിരിക്കും അതിൻ്റെ തലപ്പത്ത് നിൽക്കുക. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ റഷ്യ അതിൻ്റെ തലപ്പത്തേക്ക് വളരെ നിശബ്ദനായിട്ട് നടന്നു കയറി. അപ്പോൾ ഉക്രൈൻ്റെ F-16 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ വളരെ സിമ്പിളായിട്ട് റഷ്യയ്ക്ക് അടിച്ചിടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ട്രംപിനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. നേരത്തെ തന്നെ ഈ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയുമൊക്കെ ഉക്രൈന് സൈനിക ഉപകരണങ്ങൾ, ആയുധങ്ങൾ, വിമാനങ്ങളൊക്കെ നൽകുന്നതിനെ പുടിൻ പ്രതിരോധിക്കുകയും അതിനെതിരെ പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ജോ ബൈഡൻ ഇതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിച്ചില്ല. മാത്രമല്ല അന്ന് ഇത്തരത്തിലുള്ള ചില വൈമാനികർ അമേരിക്കയിൽ നിന്നെത്തി ഇവർക്ക് പരിശീലനം നൽകുന്നു പുടിൻ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെഫ് ഹാൻസൺ ഇത്തരത്തിൽ അവിടെ വന്ന് F-16 യുദ്ധവിമാനങ്ങൾ പറത്താനുള്ള പരിശീലനമൊക്കെ വൈമാനികർക്ക് നൽകിയിരുന്നു. ഇത് പുടിൻ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഒരു നിർണായക ഘട്ടത്തിൽ, അതായത് യുദ്ധം അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ക്യാപ്റ്റൻ പാവ്ലോ ഇവാനോവിൻ്റെ നേതൃത്വത്തിൽ F-16 വീണ്ടും ആക്രമിക്കാനായിട്ട് ഉക്രൈൻ രംഗത്ത് വരുന്നത്. അതിന് നേരെയാണ് റഷ്യ വമ്പൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വടക്കൻ ഉക്രൈൻ നഗരമായ സുമി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റഷ്യ 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയും ഏതാണ്ട് 40ഓളം പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. 120ലധികം പേർക്ക് പരിക്ക് പറ്റി. അപ്പോൾ ആക്രമണം അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന F-16 അടിച്ചു തകർക്കുന്നു. ഒപ്പം 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇടുന്നു. അപ്പം അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് റഷ്യ കൊടുക്കുകയാണ്. നിങ്ങൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ആയുധ ശേഖരമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ആയുധങ്ങളിൽ 1% പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ഞങ്ങൾ ഈ പറയുന്ന ഉക്രൈനെ കീഴ്പ്പെടുത്താത്തത്. ഉക്രൈനിൽ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ റഷ്യക്കാരാണ് എന്നുള്ള ചിന്ത ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളൊരു ആക്രമണം നടത്തിയില്ല. പക്ഷേ ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സുഖോയ് 35 എന്ന് പറയുന്ന യുദ്ധവിമാനം ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിൽ പ്രവർത്തനക്ഷമമാണ്. അമേരിക്കയുടെ F-16 പോലെയുള്ള യുദ്ധവിമാനങ്ങളെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തകർക്കാനായിട്ട് സാധിക്കും. ഇനി അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും ഒക്കെ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് വെപ്പൺ നൽകും, അത് ഞങ്ങൾക്കറിയാമെന്ന് പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ അടുത്ത സമയത്താണ് പുടിനുമായിട്ട് ട്രംപ് കൈകോർക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്. അന്ന് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതാണ്ട് അമേരിക്കയിൽ നിന്നകന്നു. അന്ന് ട്രംപ് കരുതിയത് ശരിക്കും പുടിൻ്റെ സ്നേഹമാണ്, സൗഹാർദ്ദമായിരുന്നു എന്നാണ്. പക്ഷേ പുടിൻ ഒരു വല വിരിക്കുകയായിരുന്നു. ആ വലയിലേക്ക് ട്രംപ് പതിയെ വന്ന് വീണുകൊടുത്തു. ഇതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കലിയാണ്, ഭയങ്കര പകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനത്തെ വളരെ കൃത്യമായിട്ട് റഷ്യ തകർത്തെറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർത്തതെന്ന് പറഞ്ഞാൽ ഉക്രൈൻ ആക്രമണത്തിന് വന്നപ്പോൾ റഷ്യ പ്രതിരോധിച്ചാണ്. അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇത്തരം നിലപാടുകളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ തന്നെ ഏതാണ്ട് സുവി എന്ന് പറയുന്ന നഗരം പൂർണ്ണമായിട്ടും തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പം ഇനി ഈ റഷ്യ ഇത്തരത്തിലുള്ള റോക്കറ്റ് അറ്റാക്കുകളോ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളോ അവലംബിച്ചാൽ അമേരിക്കയുടെ കൂടുതൽ വിമാനങ്ങളൊക്കെ നഷ്ടപ്പെടാം. അപ്പോൾ നാറ്റോയിൽ നിന്ന് കൂടുതൽ സൈനികരെ ഈ പറയുന്ന ഉക്രൈന് വേണ്ടി വിട്ടുകൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടൊരു ചർച്ച വന്നപ്പോൾ അന്ന് ജോ ബൈഡൻ തന്നെ പറഞ്ഞിരുന്നു വേണ്ട, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടെന്ന് അമേരിക്ക പറഞ്ഞു. ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ അമേരിക്കയുടെ F-16 പോലും തകർക്കാൻ സുഖോയ് 35 കഴിയുമെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സൈനികരെ ബലി കൊടുക്കേണ്ട എന്ന് കരുതി ഈ പറയുന്ന പോലെ സൈനികരെ അയക്കേണ്ട എന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ ഈ റഷ്യയുടെ ഈ സുഖോയ് വിമാനങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ പവർഫുൾ എന്ന് ലോകത്തിന് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ലോക വ്യാപാര കമ്പോളത്തിൽ F-16 ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. 63 ദശലക്ഷം ഡോളറൊക്കെ കൊടുത്തൊരു യുദ്ധവിമാനം വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് കാണിക്കാൻ പറ്റുന്നില്ല. നാറ്റോ രാജ്യങ്ങൾ അതുപോലെ തന്നെ US-ൻ്റെ സഖ്യരാജ്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഭയപ്പെടുന്നുണ്ട്. ഒപ്പം ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ചില ചർച്ചകൾ നടക്കുന്നു. ആണവായുധ
നിർവീര്യം അല്ലെ ആണവായുധങ്ങൾ ഒഴിവാക്കണം എന്നത് സംബന്ധിച്ച് ആദ്യഘട്ട ചർച്ച ഒമാനിൽ നടന്നു, രണ്ടാം ഘട്ടം റോമിൽ നടക്കാനായിട്ട് പോകുന്നു. ഈ സമയത്ത് അമേരിക്കയുടെ നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിൽ ഞങ്ങൾ ബോംബിടുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിരിക്കും. അപ്പോൾ ഇസ്രായേലിനുള്ളതും F-16 യുദ്ധവിമാനമാണ്. ഇപ്പം ഇസ്രായേൽ ഭയപ്പെടുന്നത് ഒരുപക്ഷെ റഷ്യ സുഖോയ് 35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ തങ്ങൾക്കും അത് വലിയ തിരിച്ചടി ഉണ്ടാകില്ലേ, ഈ ഒരു സംശയം നിലനിൽക്കുന്നു. അപ്പം റഷ്യ അല്ലെങ്കിൽ പുടിൻ എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് പ്ലേ മേക്കറുടെ റോളാണ് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴാണ് റഷ്യ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം റഷ്യ നേരിട്ട് അങ്ങോട്ട് അടിക്കുന്നില്ല, തങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ കൃത്യമായ മറുപടി നൽകുകയാണ്. എന്തായാലും ക്യാപ്റ്റൻ പാവ്ലോ ഇവാനോവ് എന്ന് പറയുന്ന ഉക്രൈൻ്റെ ഏറ്റവും മികച്ച വൈമാനികൻ, 26 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ, F-16 ഏറ്റവും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന വൈമാനികൻ, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സെലൻസ്കി തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മുമ്പ് ജെഫ് ഹാൻസൺ എന്ന് പറയുന്ന ഒരു വൈമാനികൻ, ഡാനിഷ് വംശജനായിരുന്നു, അദ്ദേഹമാണ് ഈ പറയുന്ന ഉക്രൈനിലെ വൈമാനികർക്ക് 100-ലധികം പേർക്ക് പരിശീലനം നൽകിയത്. ആ ജെഫ് ഹാൻസനെയും അതുപോലെ തന്നെ F-16നെയും അന്നും റഷ്യ വീഴ്ത്തിയിരുന്നു. തുടർച്ചയായി 2 F-16 യുദ്ധവിമാനങ്ങൾ വീണതോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ തലകുനിക്കേണ്ട വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്തായാലും റഷ്യ തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങൾ അമേരിക്ക നടക്കുകയാണെങ്കിൽ അല്ലെ അവർ നടത്തുകയാണെങ്കിൽ റഷ്യയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. സുഖോയ് 35 യുദ്ധവിമാനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള S-400 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തായാലും 2 F-16 യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ നഷ്ടപ്പെട്ടത് റഷ്യൻ ആക്രമണത്തിലൂടെയാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ സമ്മതിക്കേണ്ടി വരുന്നു. ട്രംപിന് ഇതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയുള്ള മറുപടികളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ജിയോ പൊളിറ്റിക്സിനെ തന്നെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.